നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അഭിമാനത്തിന് കൂടി വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുക്കുന്ന. അറിയാം സർ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സർ, ഇപ്പോ സർ വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്ക് 2 ദിവസം ഒരു അവധി എടുക്കാം. എന്നിട്ട് 3-ാമത്തെ ദിവസവും ഇതേ മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് രാജിവെക്കാം. 2 ദിവസം പോയിട്ട് 2 നിമിഷം പോലും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ശ്യാമ. അവിടെ ഞാൻ കേട്ട ഓരോ വാക്കും മരിക്കുന്നത് വരെ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കാം. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ. രാജിവെക്കുക, അവകാശങ്ങൾ ഒഴിയുക. സർ, ഞാൻ സാറിന്റെ കൂടെയുണ്ട്. ഞാൻ രാജിവെക്കുക. അപ്പൊ നാളെ രാവിലെ കമ്പനി ചെയർമാൻ ശ്രീ ആനന്ദ് വർമ്മയെ നമ്മൾ രാജിക്കത്ത് ഏൽപ്പിക്കും. വസു, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നോക്ക്, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. ആര് പറഞ്ഞു? ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിക്കും. ഞാൻ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് ആനന്ദേട്ടൻ അറിയാലോ. ഈ കുടുംബത്തിലെ ഒരു ബന്ധം തകരാൻ പാടില്ല. പക്ഷെ ഇപ്പൊ തകർന്നില്ലേ? നീ എന്തിനാ ശ്യാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, എന്തിനാ ഞാൻ അവളെ പുറത്താക്കിയത്? ആനന്ദേട്ടൻ പറ. എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചതുകൊണ്ട്. അതവള് സമ്മതിച്ചല്ലേ? നീ ശ്യാമയുടെ വശം കൂടെ ചിന്തിക്ക്. എനിക്ക് എന്റെ വശത്തു നിന്ന് മാത്രം ചിന്തിച്ചാ മതി. അതുമല്ല, അവളുടെ വശത്തു നിന്ന് ചിന്തിച്ചാലും ന്യായം എന്റെ ഭാഗത്താ. ശ്യാമയുടെ രക്തബന്ധോ കുടുംബ ബന്ധോ ഒന്നുമല്ല അശ്വതി. എന്നിട്ടും അവളെ സഹായിക്കാൻ ഇവള് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകർക്കുവാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. ആനന്ദേട്ടനോട് ചോദിക്കട്ടെ, ചില രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണ്ടേ? ആനന്ദേട്ടൻ പറ. ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇനി ആരും ആരെയും കുറ്റം പറയണ്ട. എന്റെ കുറ്റം കൊണ്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ചാ മതി. അഖില് കമ്പനിയിലെ സ്ഥാനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ കയറി പോയത്. നീ ആ രീതിയിലൊന്നും സംസാരിക്കരുതായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞതാ. മുകളിൽ ചെന്നിരുന്നിട്ട് അവരിപ്പോ ആലോചിക്കായിരിക്കും, രാജിവെച്ച എങ്ങോട്ട് പോവും, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാവും. അവൾക്കും അറിയാം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ വഴിയാധാരമാകുമെന്ന്. അവള് ബുദ്ധി ഉപദേശിക്കും. അവൻ രാവിലെ വന്ന് സോറിയും പറയും. പക്ഷെ ആനന്ദേട്ട ഒരു കാര്യം, അവളുമായിട്ട് ഞാൻ ഇനി ഒരുമിച്ച് പോകുന്ന ആനന്ദേട്ടൻ കരുതണ്ട. അങ്ങനെ ഒരു ഒത്തുപോകൽ ഈ ജന്മത്തിനി ഉണ്ടാവില്ല. വസുന്ധരയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഇല്ല. ഈ ഒരു വിഷയത്തില് ആനന്ദേട്ടൻ ഇടപെടണ്ട. ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ശ്യാമയായിട്ട് ഞാൻ ഒത്തുപോവില്ല. ആഖി അവളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ തള്ളി പറയുമെങ്കിലും വേണം. എന്നിട്ട് എന്റെ അടുത്ത് വരട്ടെ, അപ്പൊ ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.